ഇതാണ് പയ്യാമ്പലം ബീച്ച്. നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അമ്മയുടെ 10ാം മാസത്തിൽ അമ്മ ഒരു സുന്ദരമായ വരവേൽപ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 10ാം മാസത്തിൽ അമ്മ വിചാരിക്കും, വിരുന്നു വരും 10ാം മാസത്തിൽ, 10ാം മാസത്തിൽ അത് വിരുന്നുകാരനോ അതോ വിരുന്നുകാരിയോ. അങ്ങനെ നമ്മളുടെ വരവേൽപ്പ് അമ്മ മനപൂർവ്വം സ്വീകരിച്ചു. അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടുകൂടെ നമ്മളെ ചെറുപ്പകാലങ്ങളെ തോളിലേറ്റി നടക്കുന്നു. നമ്മളുടെ ചെറുപ്പകാലം സന്തോഷമായിരിക്കുവാൻ വേണ്ടി അവർ എന്ത് ബുദ്ധിമുട്ടും സ്വീകരിക്കുന്നു. നമ്മളുടെ സ്കൂൾ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കോളേജിലെ പ്രവേശനമാണ്. കോളേജിൽ പല അകടം പകടം ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് പിന്നെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ചിലവർക്ക് വളരെ നല്ല ജോലി കിട്ടാം, ചിലവർക്ക് കുറച്ച് മോശമായ ജോലി കിട്ടാം. പക്ഷെ ഒന്നും നമ്മൾ മനസ്സിൽ കരുതണ്ട, നമുക്ക് മോശമായിപ്പോയി നല്ലതായിപ്പോയി, അങ്ങനെയൊന്നും. എല്ലാം ദൈവം തരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥമായി എവിടെയും ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇത് എന്തെന്ന് വെച്ചാൽ കല്യാണമാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം അമ്മയുടെ അച്ഛൻ്റെയും ഇഷ്ടപ്രകാരം നമ്മൾ കഴിച്ച് അതിനുശേഷം പിന്നെ നമുക്ക് കുട്ടികളാവുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാലം മാറി മാറി പ്രായത്തിലേക്ക് കടക്കുന്നു. പ്രായത്തിൽ കടക്കുമ്പോൾ പല രോഗങ്ങളുടെയും അടിമകളാവും നമ്മൾ. അതുകൊണ്ട് മനസ്സ് ഒരിക്കലും തെറിച്ചു പോകണ്ട. നമ്മളുടെ പ്രായം എത്രയായാലും നമ്മളുടെ മനസ്സിന് യോജ്യമായ സന്തോഷം തരുന്ന എന്തും നമ്മൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. ചിലവർക്ക് ഡാൻസിൽ കൂടുതൽ നന്നായിരിക്കും, ചിലവർ പാട്ടിലായിരിക്കും, അങ്ങനെ ചിലവർ കളിയിലായിരിക്കും. അതെന്താണ് നമ്മളുടെ മനസ്സിന് യോജിച്ചെന്ന് വിചാരിച്ചാൽ അതിലെ കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിക്കുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒന്നും മറ്റുള്ളവർക്കൊരു ഉപദ്രവമായി തീരരുത്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളുടെ മനസ്സിലൊന്ന് തോന്നുന്നത് നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് പണം കൊണ്ട് വേണമെന്നില്ല, നമ്മൾ ആരോഗ്യം കൊണ്ടും പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെ ഏറ്റവും നല്ലൊരു ജീവിതം നമ്മൾ കൊണ്ടാടും. നമ്മൾ എന്നും നന്നായി ജീവിക്കാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സുഖദുഃഖങ്ങളും വന്നുകൊണ്ടിരിക്കും. അതിലൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ എന്നും മനസ്സിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കഴിയുന്നതും കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എന്നും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലതേ വരും എന്ന് എന്നോട് വിശ്വാസം. താങ്ക് യു.